ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും വിഷ്ണുഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണുഗീതയുടെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് പാഠത്തിൽ നമ്മൾ രണ്ടു കൂട്ടം കാര്യങ്ങൾ പഠിച്ചു. ആദ്യത്തെ പാഠത്തില് മനുഷ്യന് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും മതത്തിന്റെ പേരിൽ പൊട്ടിത്തെറിക്കാൻ പോകുന്ന എന്തുകൊണ്ടാണെന്നാണ്. അതിന്റെ ഉത്തരം ഇതാണ്. ലോകത്ത് മൂന്നുതരം മനുഷ്യരാണുള്ളത്, മൂന്നുതരം മതങ്ങളാണുള്ളത്. ദേവമതവും അസുരമതവും ബ്രഹ്മമതവും. ദേവമതം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ മതമാണ്. അസുരമതം എന്ന് പറയുന്നത് ഭഗവാൻ ശിവന്റെ മതമാണ്. ബ്രഹ്മമതം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മതമാണ്. അങ്ങനെ മൂന്നുതരം മതങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് സംഹാരമൂർത്തിയാണ്. സംഹാരമൂർത്തി ആരാധിക്കുന്നവർ ലോകത്തെ സംഹരിക്കാൻ നടക്കുന്നവരാണ്. അപ്പൊ ഇപ്പൊ അസുരന്മാരുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. ഇവരുടെ നിഗ്രഹം അടുത്ത് തന്നെ നടക്കും. കാരണം ഇവരാണ് ഈ ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുകയും അതിനുശേഷം ഈ അസുരന്മാരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ അവതാരങ്ങളും ഭൂമിയിൽ എടുക്കുമ്പോൾ ഒരു മഹായുദ്ധം ഉറപ്പാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ അവതരിച്ചപ്പോൾ രാമരാവണ യുദ്ധവും, ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചപ്പോൾ കുരുക്ഷേത്ര യുദ്ധവും, ഇപ്പം കൽക്കി ഭഗവാൻ അവതരിച്ചപ്പോൾ മൂന്നാം ലോകമഹായുദ്ധവും അത് ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭഗവാൻ കൽക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകം മൊത്തം കൽക്കികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ കൽക്കികളാണ്. ഈ ഭൂമിയിൽ 1000 കോടിയോളം മനുഷ്യരുണ്ട്. ഇവരെല്ലാം കൽക്കികളാണ്. ജീവനുള്ളവയെല്ലാം ദൈവമാണ്. അതുകൊണ്ട് ജീവനുള്ളവ എല്ലാം കൽക്കികളുമാണ്. കാരണം ഭഗവാൻ നാരായണൻ നമ്മുടെ എല്ലാം പിതാവായിരിക്കുന്ന, നമ്മുടെ എല്ലാം സൃഷ്ടാവായിരിക്കുന്ന നാരായണനാണ്. നമ്മുടെ എല്ലാം മാതാവായിട്ടിരിക്കുന്ന ഭൂമിദേവിയാണ്. ഇവരുടെ മക്കളാണ് നമ്മളെല്ലാവരും. ദേവനായിക്കോട്ടെ, അസുരനായിക്കോട്ടെ, ബ്രഹ്മനായിക്കോട്ടെ, നമ്മളെല്ലാ സഹോദരന്മാരാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം ഭഗവാൻ കൽക്കി അവതരിച്ചെന്ന് പലർക്കും അറിവ് കിട്ടിയിട്ടുണ്ട്. പലരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിപ്പം കൽക്കിയെ തിരിച്ചറിഞ്ഞവർ, അതായത് കൽക്കി ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ ഏകദേശം 1000-ലധികം ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ കുറെ കൽക്കികളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഒരു 500-ലധികം കൽക്കികളുണ്ട്. ഇവരെല്ലാം ചാനലുകളെല്ലാം വന്നിരുന്നു. അവർക്ക് സ്വന്തം ചാനലുകളുണ്ട്. അവരുടെ ചാനലുകളിലൊക്കെ വന്നിരുന്ന കൽക്കിയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അവരുദ്ദേശിക്കുന്ന കൽക്കി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ കൽക്കി എന്ന് പറഞ്ഞാൽ കൽക്കി രാമനാണ്. അതായത് 6 അവതാരങ്ങൾ ഒന്നു ചേർന്ന ഒരു അവതാരമാണ് കൽക്കി രാമൻ എന്ന് പറയുന്നത്. വാമനന്, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലഭദ്രൻ, യേശുക്രിസ്തു, പിന്നെ അതുപോലെ മോഹിനി. ഇത്രയും പേര്. എനിക്കൊന്ന് പരശുരാമനില്ല. പരശുരാമന്റെ അവതാരമായിട്ടിരിക്കുന്നത് ശ്രീ മാതാ അമൃതാനന്ദമയി അമ്മയാണ്. അപ്പം വേറെ 6 അവതാരങ്ങൾ ഇതൊക്കെയാണ്. വാമനന്, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീ ബലഭദ്രരാമന്, യേശുക്രിസ്തു വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. പിന്നെ മോഹിനി. ഇത്രയും ചേർന്ന ഒരു അവതാരമാണ് ശ്രീ കൽക്കി രാമൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 1963 പ്രത്യേകതകളാണ്. 1963 നമ്മുടെ എല്ലാം വിശ്വഗുരുവായ കൽക്കി രാമൻ ജനിക്കുന്നത്. 1963. അപ്പം കുറേ സെലിബ്രിറ്റികൾ 1963 ജനിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് പഠിക്കാം. അത്രയും ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ പാട്ടുകാരി ശ്രീമതി സുജാത, രണ്ടാമത് ശ്രീമതി ചിത്ര. ഇവര് രണ്ടുപേരും 1963 ജനിച്ചത്. പിന്നീട് ശ്രീദേവി 1963. മേനകാ സുരേഷ് 1963. പിന്നെ ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ നീത അംബാനി, 1963. 5 മീനാക്ഷി ശേഷാദ്രി 1963. പിന്നെ നമ്മുടെ കേരളത്തിലെ സായി കുമാർ 1963. ഇടവേള ബാബു 1963. ഗോവിന്ദ 1963. പിന്നെ ഞാൻ 1963. അപ്പൊ ഇത്രയും 10 പേര് പ്രധാനമായിട്ട് ഈ 1963 ജനിച്ചതാണ്. ഈ 1963 കൽക്കി രാമന്റെ ജനനവും. അപ്പൊ അതിനുശേഷമാണ് ഈ ലോകം പല മേഖലകളിലും മാറി തുടങ്ങിയത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 1964 ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ സ്ഥാപിതമാകുന്നത്. 1963 തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണമൊക്കെ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം 1966 ഇസ്കോൺ, അതായത് ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം ആത്മീയ, ഭൗതിക, ആരോഗ്യ, കായിക, കല, സാംസ്കാരിക, ഭാഷ, ഭക്ഷണം, എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലകൾ എല്ലാം അഭൂതപൂർവമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ശാസ്ത്രത്തിലായാലും സാങ്കേതിക വിദ്യയിലായാലും പിന്നെ എന്താ പറയുക, മെഡിക്കൽ ആരോഗ്യ മേഖലയിലും എല്ലാ മെഡിക്കൽ സയൻസിൽ എല്ലാത്തിലും മാറ്റങ്ങളാണ്. എല്ലാ മാറ്റങ്ങളും വന്ന് ഇനി ഇതെല്ലാം മാറാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്നത്
ലോകമഹായുദ്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭക്തന്മാരും യോഗികളുമായിട്ടുള്ള ആളുകൾ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതെല്ലാവരും ഓർമ്മ വെക്കണം. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച 1963 കുറച്ച് സെലിബ്രിറ്റികളെ കുറിച്ചാണ്. അല്ലാതെ ഇന്ന് ഞാൻ കൂടുതലൊന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. കുറേ പഠിപ്പിക്കാനുണ്ട്. ഇനിയും അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. നന്ദി, നമസ്കാരം.